8 ഇലക്ട്രോൺസ് വരുമ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന പോലെ തന്നെ സ്റ്റേബിൾ ആണ് ഹാഫ് ഫിൽഡ്. 8ന്റെ പാതി 4. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് വന്നാലും ഈ ഫുള്ളി ഫിൽഡിന്റെ അത്രയും സ്റ്റേബിൾ അല്ലെങ്കിലും അതും സ്റ്റേബിൾ ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കാർബൺ ആണ് മെയിൻ ഘടകമായിട്ട് വരുന്നത്. ആ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഒരിക്കലും ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരിക്കലും ബോണ്ട് ഉണ്ടാകത്തില്ല. ഷെയർ ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് എഴുതുക. ലൈക്ക് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആർ ഓൾസോ സ്റ്റേബിൾ. സച്ച് എലമെന്റ്സ് ബാക്കി എഴുതിക്കുക. സച്ച് എലമെന്റ്സ് will not gain or lose electrons. Instead they share electrons with the surrounding atoms, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുന്നത് ആണ് സ്റ്റേബിൾ ആകുന്നതെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അത് പറഞ്ഞായിരുന്നോ? അത് ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? പറഞ്ഞായിരുന്നോ? ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ശ്രേയ പറയാമോ? ശ്രേയ. ഓക്കെ, ശരി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിപ്പോൾ ഇത്ര നിങ്ങൾ എഴുതിയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം എഴുതാം. സോഡിയം നമ്മൾ എഴുതുന്നു, അതിൻ്റെ ആറ്റോമിക് നമ്പർ 11 ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവൻ സ്റ്റേബിൾ ആവണമെങ്കിൽ ഇവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം, ആണല്ലോ? അപ്പം 8 ഇലക്ട്രോൺസ് ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വേണം താനും. അങ്ങനെയാണെങ്കിൽ സ്റ്റേബിൾ ആവാൻ വേണ്ടി നോർമലി ഇവൻ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എത്രയേ ഉള്ളൂ? 2, 8 ഉള്ളൂ. അപ്പോൾ അവൻ സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ക്ലോറിൻ നോക്കി. ക്ലോറിൻ ഇത് എഴുതണ്ടേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതാനുള്ള രീതിയിൽ ഞാൻ തരാം. ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 17. ക്ലോറിൻ്റെ മൊത്തം ഇലക്ട്രോൺസിൻ്റെ എണ്ണം 17. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7. ഈ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വേണം. മനസ്സിലായോ? അപ്പം ഈ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ആൾക്കാർ മേടിക്കുന്ന പോലെ കടയിൽ നിന്ന് പോയി, ഇപ്പം നമുക്ക് സോപ്പ് വേണം, കടയിൽ നിന്ന് പോയി മേടിക്കാം. ക്ലോറിൻ ഇലക്ട്രോൺ വേണം, കടയിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയത്തിന് അതിന് അടുത്തോട്ടെങ്ങാനും സോഡിയം അതുവഴി വല്ലതും പോകുന്നുണ്ടെങ്കിൽ സോഡിയത്തിനോട് പറയടേ, എനിക്കൊരു ഇലക്ട്രോൺ എനിക്ക് ഇലക്ട്രോൺ ആവശ്യമുണ്ട്, എന്നാലേ ഞാൻ സ്റ്റേബിൾ ആകത്തുള്ളൂ. അപ്പം സോഡിയം എന്ത് ചെയ്യും? സോഡിയത്തിന് സന്തോഷമാണ്, സോഡിയത്തിന് ഇലക്ട്രോൺ കൊടുക്കണം. അപ്പം അങ്ങനെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക, അതായത് ഗെയിനോ ലോസോ ചെയ്തിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ അയണിക് ബോണ്ട് എന്നൊക്കെ പറയാം. അങ്ങോട്ട് വരുമ്പോൾ പറയാം. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പം ഇവര് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടിയല്ലേ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത്. എന്നാലേ അവർ സ്റ്റേബിൾ ആകത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അവർ ഷെയർ ചെയ്തല്ല ട്രാൻസ്ഫർ ചെയ്തത്. എന്നാൽ ചില ആൾക്കാർ ഇപ്പം കാർബണെ സംബന്ധിച്ചിടത്തോളം നോക്കി, കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയാമോ? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ 4 ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം 8ന്റെ പാതിയാണ്. 8ന്റെ പാതി ഹാഫ് ഫിൽഡ് ആണ്. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പം അതും സ്റ്റേബിൾ ആണെന്നുള്ള ഒരു പഠനമാണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഫുള്ളി ഫിൽഡ് സ്റ്റേബിൾ ആയിട്ടുള്ള പോലെ തന്നെ സ്റ്റേബിൾ ആണ് ഹാഫ് ഫിൽഡും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തില്ല? ഈ സോഡിയം ക്ലോറിനും ചെയ്ത പോലെ 4 ഇലക്ട്രോണിനെ കൊടുക്കുകയോ 8 ആക്കാൻ വേണ്ടി 4 ഇലക്ട്രോണിനെ വാങ്ങുകയോ ചെയ്യത്തില്ല. മനസ്സിലായി? ഓൾറെഡി സ്റ്റേബിളാണ്, പിന്നീട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ഇവരെന്ത് ചെയ്യും? ആരെങ്കിലും ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ 4 ഇലക്ട്രോൺസ് സ്റ്റേബിൾ ആണ്, ഇതിനകത്ത് 8 ഇലക്ട്രോൺസ് വരെ വരാം കേട്ടോ. അതായത് 8 ഇലക്ട്രോൺ വന്നാൽ അവൻ ഡബിൾ ഹാപ്പിയാണ്. അതാണ് ഞാൻ പറയാം, സ്റ്റെബിലിറ്റിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം തൽക്കാലം ഇങ്ങനെ ഒരു പഠനം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയ പോലെ തന്നെ സ്റ്റേബിൾ ആണ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷനും. അത് അപ്പോൾ ആ നോട്ടിനകത്ത് കാണണം. അപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വേണം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ. നോക്കിയോ, കാർബൺ എഴുതുക. കാർബൺ എഴുതിയിട്ട് അറ്റോമിക് നമ്പർ 6 എന്ന് എഴുതുക.
എന്നിട്ട് കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4 ആണെന്നറിയാം. കാർബണെ വരച്ചിട്ട് കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 4 ഹൈഡ്രജൻ വരുമോ നോക്കി. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജൻ്റെ കയ്യിൽ ഓരോ ഇലക്ട്രോൺസേ ഉള്ളൂ എന്നുള്ള കാര്യവും നമുക്കറിയാം. ഹൈഡ്രജനെ സംബന്ധിച്ച് ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണിനെ കാർബണിന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ 4 ഇലക്ട്രോണിനും 4 ഹൈഡ്രജനും അവരുടെ ഇലക്ട്രോൺസ് കാർബൺ കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരും. അപ്പോൾ കാർബൺ ഡബിൾ ഹാപ്പിയാണ്. എന്നാൽ കാർബണിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം കാർബണിന് ഇല്ല. കാരണം എന്താ? 4 ഉള്ളതും 4ഉം എന്താണ്? 4ഉം ഹാപ്പിയാണ് പുള്ളി. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യത്തില്ല, അവൻ മേടിക്കില്ല. അതേപോലെ തന്നെ അവൻ്റെ ഇലക്ട്രോൺസിനെ അവൻ വിട്ടുകൊടുക്കാനും പോകുന്നില്ല. പകരം എന്ത് ചെയ്യും? ഷെയർ ചെയ്ത് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞൊരു ബോണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് അങ്ങോട്ട് വരുമ്പോൾ പറയാം. തൽക്കാലം ഈ പടം തന്നെ ഇങ്ങനെ തന്നെ വരച്ചിട്ടേക്കുക. അയ്യോ, ഞാൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ല കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കോ. എന്നിട്ട് ഇങ്ങനെ അതായത് കാർബൺ വരയ്ക്കുക, കാർബണിൻ്റെ ചുറ്റിനും 4 ഇലക്ട്രോൺസ്, എന്നിട്ട് ഹൈഡ്രജൻ ഇവിടെ വരയ്ക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ, അതിൻ്റെ ഓരോ ഇലക്ട്രോൺസ് വരച്ചിട്ടുണ്ട്. ഇവർ തമ്മിൽ പിന്നെ ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര, ഇങ്ങനൊരു വര. ഈ വര തൽക്കാലം അങ്ങ് വരച്ചിട്ടാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അത് പറയുന്നുണ്ടാവും. അർച്ചിത എവിടെ ഉണ്ടോ? അർച്ചിത കേൾക്കാമോ? ഓക്കെ. ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നോർമലി യൂഷ്വലി നമ്മൾ പറയുമ്പോൾ ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിൽ എത്ര എണ്ണം ഉണ്ട് അറിയാമോ? ഒന്നാണ്. കാരണം ഹൈഡ്രജൻ ആണല്ലോ ഫസ്റ്റ് എലമെന്റ്. അപ്പം ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഒന്നാണ്. സ്റ്റേബിൾ ആവണോ? എന്ത് വേണം? ഹൈഡ്രജൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഒരു ഇലക്ട്രോൺസും കൂടെ വേണം. ആണല്ലോ? ഓക്കെ. അപ്പം വേണ്ട, ഇവിടെ ഞാൻ ഇപ്പൊ റെഡും കൊണ്ട് വരയ്ക്കുന്ന ഒരു ഹൈഡ്രജന് വന്നു. അവന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിന്, ഈ ഹൈഡ്രജന് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണും കൂടെ വേണം. ആ ഒരു ഇലക്ട്രോൺ കാർബണിന്റെ നിന്ന് മേടിക്കാൻ പറ്റുമോ? കാർബൺ വിട്ടുകൊടുക്കുമോ? കാർബൺ വിട്ടുകൊടുക്കുന്ന ആളല്ല. കാരണം എന്താണെന്നറിയോ? കാർബൺ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. പകരം കാർബണിന്റെ ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് കണ്ടോ, ഈ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ഇപ്പൊ നോക്കി, ഈ വട്ടത്തിനകത്ത്, ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വട്ടത്തിനകത്ത് ഹൈഡ്രജന്റെ സ്റ്റെബിലിറ്റി വരുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത്. 2 ഇലക്ട്രോൺസ് അവൻ സ്റ്റേബിളാണ്. അടുത്ത ഹൈഡ്രജൻ വന്നു, അവൻ്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണുമായിട്ട് കാർബണിന്റെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്ത് മേടിച്ചു. അപ്പോൾ അവൻ വീണ്ടും എന്താ, അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2ആയി, അവൻ സ്റ്റേബിളാണ്. ഇവിടെയും എച്ച്, ഇവിടെ ഈ കണ്ടോ, ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവനും ഇപ്പോൾ എന്തായി? സ്റ്റേബിളാണ്. ഇവന് നോക്കിയേ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അവൻ്റെ ഒരു ഇലക്ട്രോൺസ് ഉണ്ട്. അത് കാർബണിന്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്ത് മേടിച്ചു. ഇപ്പൊ കണ്ടോ, ഹൈഡ്രജൻ, ഈ വട്ടത്തിനകത്ത് ഹൈഡ്രജന് 2 ഇലക്ട്രോൺസ് ഉള്ളതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അത് സ്റ്റേബിളാണ്. ഇനിയും നമുക്ക് കാർബൺ സ്റ്റേബിളാണ്. കാർബൺ ഓൾറെഡി സ്റ്റേബിളാണ്. പക്ഷേ ഇപ്പൊ ഹൈഡ്രജൻ കാർബണിന്റെ ഇലക്ട്രോൺ മേടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കാർബണും കൂടെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ നോക്കി, ഈ വട്ടത്തിനകത്ത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? മൊത്തം 8 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ എന്താ, 8 ഇലക്ട്രോൺസ് വന്നപ്പോൾ അവരെന്താ, ഇവരും സ്റ്റേബിൾ ആയി. അപ്പൊ ഡബിൾ സ്റ്റേബിൾ ആയി കാർബൺ, ഇല്ലേ? അദ്വൈത് ആണോ ജോയിൻ ചെയ്തത് ഇപ്പം? അദ്വൈത് അല്ല സാർ, സായി. ഓക്കെ. സായിക്ക് ക്ലാസ് കിട്ടിയാണോ? എനിക്ക് കിട്ടിയതാണ് സാർ. ഓക്കെ. അത് തന്നെയാണ് എടുക്കുന്നത്, ബേസിക്കായി എടുക്കുന്നത്. ആവശ്യമുണ്ടേ ഇരുന്നാൽ മതി. ഓക്കെ. ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ ഇരുന്നോ കേട്ടോ. ഓക്കെ. ശരി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ വരച്ചെങ്കിൽ നമ്മൾ ഇനിയും ഓരോ ആൾക്കാരെ പറ്റി എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ഓരോ കാര്യങ്ങൾ എഴുതാൻ പോവാണ്. ബേസിക് ആയിട്ടുള്ള ഓരോരുത്തർ. നമുക്ക് 20 ആൾക്കാരുടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം എഴുതിക്കോളൂ. ഞാനിപ്പോൾ സോഡിയം എഴുതുകയാണ്. എന്നെ നിങ്ങൾ 1 എന്ന് നമ്പർ ഇട്ടിട്ട് സോഡിയം എന്നെ എന്ന് എഴുതുക. എന്നെ
എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ 11 23 എന്നാണ്. ഓക്കെ, അൻവിൻ ഇവിടെ ഉണ്ടോ? അൻവിൻ സാറേ ഉണ്ട്. ഉണ്ട്. അൻവിനെ ഈ 23 എന്താണ്, 11 എന്താണ് എന്നൊന്ന് പറഞ്ഞേ. 23 എ. 23 എ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, അറ്റോമിക് മാസ്. മാസ് നമ്പർ അഥവാ ആറ്റോമിക് മാസ്. വെരി ഗുഡ്. ഓക്കെ, എ ഇവിടെ 23 ആണ്. ഓക്കെ ഓക്കെ, എ 23 ആണ്. അതിനർത്ഥം എന്തുവാ? 23 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 23 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? 23 എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അതറിയത്തില്ല. അതറിയത്തില്ലേ? അത് എന്താ അറിയാത്ത? പഠിച്ചില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണല്ലോ. മറന്നുപോയി. നോക്ക് നോക്ക്, തിരിച്ചു നോക്ക്, തിരിച്ചു നോക്ക്, തിരിച്ചു നോക്ക്. എന്തായിരുന്നു? ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എന്താ, എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ആ നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്. പോട്ടെ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിനകത്ത്, അതായത് ഈ ആറ്റത്തിനകത്തെ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 23 വരുമെന്നാണ് അതിനർത്ഥം. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ആണ്. ഓക്കെ, ശരി. ഇനി ഇതിനകത്ത് ഇസഡ് എത്രയാ ആൻവിനെ? ഇസഡ് 11. അതിനർത്ഥം എന്തുവാ? ഇസഡ് 11 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? 11 ആണെങ്കിൽ ഇലക്ട്രോൺ 11 ആണോ? ഇലക്ട്രോൺ 11. അത് മാത്രമേ ഉള്ളൂ അർത്ഥം. പ്രോട്ടോണും 11 ആണോ? വെരി ഗുഡ്, പ്രോട്ടോൺ 11. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ന്യൂട്രോണും കൂടെ പറയാം കേട്ടോ. ന്യൂട്രോണും കൂടെ പറഞ്ഞിട്ട്, ന്യൂട്രോൺ എത്രയാ ഇവിടെ? ന്യൂട്രോൺ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്താ ന്യൂട്രോൺ? എന്തായിരുന്നു? എന്തായിരുന്നു? A-Z ആണോ? വെരി ഗുഡ്, A-Z. എത്രയാ? A-Z അപ്പം അത് ഈ ഇക്വേഷൻ സെപ്പറേറ്റഡ്, അതായത് 2y 10 ആണോ? അത് ഞങ്ങളുടെ 10 വരുന്നത്. 23 എന്ന് 11 പറഞ്ഞാൽ എത്രടാ? സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. അതായത് ആദ്യം 2y - 3 ലെസ് ദാൻ y + 1 ഇട്ടിട്ട് y കണ്ടുപിടിക്കുക. പിന്നീട് ഇത് 13. ഓക്കെ, y 12 ആണ്. ഓക്കെ, ഇതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെയ്ക്കകത്ത് എത്ര? കെയ്ക്കകത്ത് 8. അല്ല 2. മറ്റേനകത്ത് 8, എല്ലിനകത്ത്. അടുത്തത് ബാക്കി 2. മൊത്തം എത്ര ഇലക്ട്രോൺ ആടാ? 23. മൊത്തം ഇലക്ട്രോണോ? നീ തന്നെ 12. ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര ആടാ? നിനക്ക് ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്ന കാണാമോ? കാണാം. എന്നാ അതിനകത്ത് ഇ എന്ന് എഴുതിയിട്ടുണ്ട്, നോക്ക്. നീ തന്നെ പറഞ്ഞിട്ട് എഴുതിയതാ. 11. 11. അപ്പം 2 8 വന്നു. ഇനി എത്രയും കൂടെ വരണം? ഒരെണ്ണം കൂടെ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയി. ഓക്കെ, ഇനി ഇവൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി ഇവൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞുതരാം, അറിയത്തില്ലെന്ന് നോക്കിയോ. ഇവൻ സ്റ്റേബിൾ ആവാൻ വേണ്ടി, സ്റ്റേബിൾ ആവാൻ എപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണം. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇവനെ? 11 ആണോ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷെല്ലില് 1. അപ്പൊ ഇവൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? അതാ ചോദിച്ചേ. 7 ഇലക്ട്രോൺ വാങ്ങിക്കണോ 1 ഇലക്ട്രോൺ കൊടുക്കണോ? അതായത് സ്റ്റേബിൾ ആവണമെങ്കിൽ, എല്ലാവരും ശ്രദ്ധിച്ചോ, അൻവിനും ശ്രദ്ധിച്ചോ, ഞാനിത് പറഞ്ഞുതരാം. ഓക്കെ, ഇനിയിപ്പം ചോദ്യമില്ല, ഇതും പറയുകയാണ്, പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പോലും ചോദിക്കാം. അതായത് ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281 ആണ്. അതായത് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 1. ഇതിനെ വെച്ച് നോക്കുമ്പോൾ എം ഷെല്ലാണ് ഇവിടുത്തെ ലാസ്റ്റ് ഷെല്ല്, അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അഥവാ വാലൻസ് ഷെൽ എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ 1 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇപ്പോഴത്തെ ഇലക്ട്രോൺസ്. ഇവനെ സ്റ്റേബിൾ ആക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണമെന്നാണ്.
ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരണമെങ്കിൽ ഒന്നെങ്കിൽ 7 ഇലക്ട്രോൺസിനെ വാങ്ങണം, അങ്ങനെയാണ് 8 വരും. അഥവാ 1 ഇലക്ട്രോണെ കൊടുത്താലും 8 വരുമോ അൻവിനെ? വരും. 1 ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ഷെല്ലേ കാണത്തുള്ളൂ. ആ 2 ഷെല്ലിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 കിടപ്പുണ്ട് അവിടെ, ശരിയല്ലേ? അപ്പൊ 7 ഇലക്ട്രോണെ മേടിക്കുന്നതാണോ നല്ലത്, ഒരെണ്ണത്തിനെ കൊടുക്കുന്നതാണോ നല്ലത്? ഒരെണ്ണത്തെ കൊടുക്കുന്നതാണോ? ഒരെണ്ണത്തിനെ കൊടുക്കുന്ന ആയിരിക്കും നല്ലത്, ഇല്ലേ? മറ്റേതിനെക്കാട്ടിലും മറ്റേത് 7, ഇത് 1 ഉള്ളൂ. അപ്പം ലാഭം നോക്കുവാണെങ്കിൽ 1 കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ 1 കൊടുത്തിട്ട് അവരെന്ത് ചെയ്യുക, അവർ സ്റ്റേബിൾ ആവും. ഓക്കെ, അപ്പം അതാ എഴുതാൻ പോകുന്നത്. ഇൻ ഓർഡർ ടു, ഇത് ഇത്ര എഴുതിയെടുത്തോണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തോണം. ഇൻ ഓർഡർ, ഇത് മൊത്തം, അതായത് 1 എന്നിട്ടിട്ട് Na2311 ഇത് എഴുതിയിട്ട് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 8 ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ, 8 ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ, 8 ഇലക്ട്രോൺസ് ഇൻ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിനെ നമ്മൾ ഒക്റ്ററ്റ് എന്നും പറയും. ഓക്കെ ആണോ? കുഞ്ഞുങ്ങളെ ക്ലിയർ ആണോ? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ്, അതായത് സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ്, അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എന്താണ്? 1 ഇലക്ട്രോൺ, അതായത് സോഡിയം ആറ്റം loses 1 electron and attain octet and becomes പിന്നീട് Na ആറ്റം എന്ന് പറയത്തില്ല, സോഡിയം അയോൺ എന്നേ പറയത്തുള്ളൂ. Na1+ അയോൺ എന്നേ പറയത്തുള്ളൂ. ഇത്ര എഴുതിയെടുത്തോ. അപ്പൊ അതെന്തുകൊണ്ട് Na1+ അയോൺ വന്നേന്നറിയാമോ? ഞാൻ അർച്ചിത ഒന്ന്, അല്ല അൻകിത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. അൻകിതെ കേൾക്കാമോ? അൻകിത്, അതായത് സോഡിയത്തിന്റെ കയ്യിൽ ആദ്യം എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു? സോഡിയം ആറ്റത്തിന്റെ കയ്യിൽ 8. സോഡിയം ആറ്റത്തിന്റെ കയ്യിലോ? എടാ, സോഡിയത്തിന്റെ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എങ്ങനെ 11. പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? പ്രോട്ടോൺ 11. ഈ ഒരു ഇലക്ട്രോണെ കൊടുത്തപ്പോഴത്തേക്ക് എന്തായി? 11 - 1 ഇലക്ട്രോൺ കൊടുത്തു. ഇപ്പം ഇലക്ട്രോൺ എത്രയാ? ഇപ്പോ 10. പ്രോട്ടോൺ എത്രയാ? 11. പ്രോട്ടോൺ 11 തന്നെ. അപ്പം ഇപ്പം ഇതിനകത്ത് ഏത് ചാർജാ കൂടി നിൽക്കുന്നത്? ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജും പ്രോട്ടോണും പോസിറ്റീവ് ചാർജും. ഇപ്പൊ ഏത് ചാർജ് ഇവിടെ കൂടി നിൽക്കുന്നത്? പ്രോട്ടോൺ. അത് പ്രോട്ടോൺ. എത്ര ചാർജാ കൂടി നിൽക്കുന്നത്? 1. അപ്പൊ പോസിറ്റീവ് ചാർജ് ഒന്ന് കൂടി നിൽക്കുന്നതുകൊണ്ടാണ് പിന്നീട് സോഡിയത്തിന് Na എന്ന് പറയത്തില്ല, പിന്നീട് കണ്ടോ Na1+, ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നറിയോ പഠിപ്പിച്ചേ? ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുന്നവർക്കെല്ലാം എത്ര ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു അത്രയും ചാർജ് മൂളി വരും, പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺസിനെ വാങ്ങുന്നവർക്കെല്ലാം നെഗറ്റീവ് ചാർജ്. അങ്ങനെയായിരിക്കും സ്കൂളിൽ പഠിപ്പിച്ചത്. പക്ഷെ അതിന്റെ ലോജിക്ക് വേണ്ട ഇതാണെന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ ആണോ? അക്ഷിത ഒന്ന് പറയാൻ പറ്റുമോ? അക്ഷിത കേൾക്കാമോ? കേക്കാം. ഇത്രയും പറഞ്ഞ മനസ്സിലായി? മനസ്സിലായി. ഓക്കെ. ആ ഇലക്ട്രോൺ എങ്ങനെ 11 - 1 വന്നേന്ന് പറയാവോ? അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? സോഡിയം ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരെണ്ണം ലോസ് ചെയ്യണം. ഒരെണ്ണം ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോഡിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? സോഡിയത്തിൽ 10. പിന്നെ 10 ഉള്ളൂ ഇല്ലേ? പക്ഷെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര തന്നെ ഉണ്ട്? അത് 11.
അപ്പൊ അവര് തമ്മിലുള്ള ചാർജ് ഏത് ചാർജാ കൂടി നിൽക്കുന്നത്? പ്രോട്ടോൺ. പ്രോട്ടോൺ എന്ത് ചാർജാ? പോസിറ്റീവ്. അപ്പൊ എത്ര പോസിറ്റീവാ കൂടി നിൽക്കുന്നത്? ഒന്ന് എന്നുവെച്ചാൽ 10 ഒന്ന് കൂടുതലാ. ഒന്ന് കൂടുതൽ. അപ്പൊ 1 പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കുന്നത്. അതാണ് ഈ സോഡിയത്തിന്റെ സിമ്പിളിന്റെ മണ്ടയ്ക്ക് വരുന്നത്. അതായത് സോഡിയം ആറ്റമായിട്ട് നിൽക്കുമ്പോഴേ എന്നെ എന്ന് പറയത്തുള്ളൂ. സോഡിയം ഒരു ഇലക്ട്രോണെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സോഡിയം അയോൺ എന്നാണ് പറയുന്നത്, Na1+. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളൊന്ന് എഴുതിയെടുത്ത ഇനി 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 ഒരു കാര്യം തേണ്ടി ഇത് എഴുതിയെടുത്തിട്ട് ഇത് നമ്മൾ Na1+ എന്ന് എഴുതിയെടുത്തല്ലോ. ഇനി അതിന്റെ താഴോട്ട് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്ന് എഴുതിയെടുക്കണം. അതായത് therefore പ്രോട്ടോണിന്റെ എണ്ണം എത്രയായിരിക്കും? പ്രോട്ടോണിന്റെ എണ്ണം 11 തന്നെ, ഇലക്ട്രോണിന്റെ എണ്ണം എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. അപ്പം ഇവിടത്തെ വാലൻസി എത്രയായിരിക്കും? വാലൻസി എത്ര ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തത് അക്ഷിത? എത്ര ഇലക്ട്രോൺസിനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്? ഇവിടെ എത്ര ഇലക്ട്രോണാണ് കൊടുത്തത്? ഒരെണ്ണത്തിന്. അപ്പം അതായിരിക്കും അതിന്റെ വാലൻസി 1. എന്നാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സാധനം കൂടെ ഞാൻ പഠിപ്പിച്ചു തന്നായിരുന്നു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും എന്നറിയാമോ? ആ വാലൻസി വിത്ത് ദെയർ ചാർജ് എന്നാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് എന്താണ്? +1 ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കണ്ടോ? 1+ എന്ന് അല്ലെ +1 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഇത് ക്ലിയർ അല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇത്ര എഴുതി എടുത്തോണം. ഇത് ക്ലിയർ അല്ലാത്ത ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ശ്രേയ ഓക്കെ ആണോ? ശ്രേയ ഓക്കെ. അൻവിന് മനസ്സിലായോടാ? അൻവിനെ മനസ്സിലായടാ? ഒന്നുകൂടെ പറയാമോ? ചെറുതായിട്ട് ഒന്നുകൂടെ. അപ്പൊ ഇത് എഴുതിയെടുത്തോ? ഇച്ചിരി എഴുതാണ്ട്. എന്നാ പെട്ടെന്ന് എഴുതിക്കേ. അർച്ചിത ഓക്കെ ആണോ? അർച്ചിത, അൻകിത്ത് ഓക്കെ. റിജോയും ആരോ ഓക്കെ ആണോ? സാറേ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ഇത് മൊത്തം പറയാനാണോ? ഇത് ഇത് ഇത്ര എഴുതിയിട്. എന്നിട്ട് ബാക്കി ഞാൻ അടുത്ത മാഗ്നീഷ്യത്തിന്റെ വെച്ചിട്ട് അടുത്ത് പറഞ്ഞുതരാം. എഴുതി കഴിഞ്ഞോ കുഞ്ഞുങ്ങളെ? സാറേ എഴുതി. ഓക്കെ. റിജോ എഴുതിയോ? റിജോ എഴുതാ സാറേ, ഇച്ചിരി കൂടെ ഉള്ളൂ. പെട്ടെന്ന് എഴുതണേ. എഴുതിയോ? റിജോ എഴുതിയോടാ? എന്റെ കൂടെ തന്നെ പെട്ടെന്ന് എഴുതി പോണം കേട്ടോ. ശ്രദ്ധിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് എഴുതി പോണം. ഓക്കെ, നോക്കിയോ. അപ്പം അടുത്തത് ഞാൻ അക്ഷിതയോടാണ് ചോദിക്കാൻ പോകുന്നത്. രണ്ടാമത്തേത് മഗ്നീഷ്യം. എല്ലാവരും ശ്രദ്ധിച്ചോണം. അക്ഷിത പറഞ്ഞ് ശ്രദ്ധിച്ചോണം. തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എംബോസിഷൻ ഒരു മയവും കാണത്തില്ല. 1000 തവണയൊക്കെ ഞാനിവിടെ ബേസിക്കായിട്ട് എഴുതിപ്പിക്കുന്നത്. നിങ്ങളിപ്പം തുടങ്ങിയുള്ളതുകൊണ്ട് ഞാൻ എംബോസിഷൻ തരുന്നില്ലെന്നേ ഉള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പറയാം. നോക്കിയോ. മഗ്നീഷ്യം അക്ഷിത ഇവിടെ ഉണ്ടോ? ഓക്കെ. അപ്പം 1224 ഇതായിരിക്കും മാസ് നമ്പറും ആറ്റോമിക് നമ്പറും ആണോ? 12 മാസ് നമ്പർ അറിയത്തില്ലെങ്കിലും. ഓക്കെ. അപ്പൊ ഇതിന്റെ എ എത്രയാ അക്ഷിത? A24. ഇസഡ് എത്രയാ? 12. ഇ എത്രയാ? ഇലക്ട്രോണിന്റെ എണ്ണം 12. പ്രോട്ടോണിന്റെ എണ്ണം എത്ര? 12. എപ്പോഴും ആലോചിച്ചോണം, ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ആറ്റത്തിന്റെ പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അത് വേണമെങ്കിൽ അവിടെ സൈഡിലോട്ട് വേണമെങ്കിൽ എഴുതി വെച്ചോണം. ബിക്കോസ്
then ഇങ്ങനെ എഴുതിയിട്ട് ബിക്കോസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, എന്താണ് അവനെ ഇത് 1 കൊസിക്കും ഇത് 1 കൊസിക്കും 1 സീക്കും ഒക്കെ അത് ചെയ്ത് നോക്ക്. അപ്പുറത്തെ മാറ്റം വേണ്ട. നോക്ക്, ചെയ്ത് നോക്ക്, പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, നോക്കിക്കോ. ഇത് പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും എപ്പോഴും ഒരു ആറ്റത്തിനകത്ത് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് 12 വന്നത്. പക്ഷേ ഇവനെ സ്റ്റേബിൾ ആക്കണം. അപ്പൊ ഇവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോടൊന്ന് പറഞ്ഞു അക്ഷിത. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ KLM ഷെൽസിലുള്ളതാണോ? അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവർ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്ന രീതി. KLM എന്നൊന്നും പറയണ്ട. ആദ്യത്തെ ഷെല്ല് എത്ര, രണ്ടാമത്തെ ഷെല്ല് എത്ര, മൂന്നാമത്തെ ഷെല്ല് എത്ര എന്ന് ആ ഓർഡറിൽ അങ്ങ് പറഞ്ഞാൽ മതി. 282. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 2 കൊടുക്കണം, ലോസ് ചെയ്യണം. 2 ലോസ് ചെയ്യണം. 2 ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, അപ്പം അത് നമുക്ക് താഴോട്ട് എഴുതാം. ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. അറ്റൈൻ ആണ്, ഇൻ ഓർഡർ ടു അറ്റൈൻ. എല്ലാവരും ശ്രദ്ധിച്ചോണം, എല്ലാവർക്കും വേണ്ടിയാണ്. സംശയം ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത്. ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. മഗ്നീഷ്യം ആറ്റം ലോസ്. മഗ്നീഷ്യം ആറ്റം loses 2 electrons and become Mg2+ ആണല്ലോ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇത് ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വന്നു. അപ്പം ഇവിടെ നമുക്ക് അടുത്ത therefore ഇത് എഴുതി കഴിഞ്ഞ് therefore ഇപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എത്ര അക്ഷിതേ? പ്രോട്ടോണിന്റെ എണ്ണം അത് 12 തന്നെ. 12 തന്നെ. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാ? 10 എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ അക്ഷിതയെ കൊണ്ടാണ് ഇത് പറയിപ്പിക്കുന്നത്. 10. 10. ഓക്കെ, തെറ്റാണെങ്കിൽ ഞാൻ പറയാം, തെറ്റാന്ന് ഞാൻ പറയാം, അങ്ങ് ട്രൈ ചെയ്തു. ഓക്കെ, അപ്പം പ്രോട്ടോൺ 12, ഇലക്ട്രോൺ 10. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ചാർജാണ് ഇപ്പം കൂടി നിൽക്കുന്നത്? ഇപ്പം ഈ ന്യൂട്രൽ ആണെന്നുള്ളതിൻ്റെ അത് നഷ്ടപ്പെട്ടില്ലേ? ന്യൂട്രൽ ആവണമെങ്കിൽ എന്ത് വേണം അക്ഷിത? ന്യൂട്രൽ ആണെങ്കിൽ എന്ത് വേണം? എന്താണ് കണ്ടീഷൻ? പ്രോട്ടോൺ ഇലക്ട്രോൺ ഈക്വൽ ആണ്. ഇപ്പൊ ആ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടില്ലേ? എന്തിനു വേണ്ടിയാ ന്യൂട്രാലിറ്റി നഷ്ടപ്പെട്ടെ? സ്റ്റേബിൾ ആവാൻ വേണ്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം ഇവിടെ ഏത് ചാർജ്? അപ്പം ഇതിന്റെ വാലൻസി എന്തായിരിക്കും? 2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. ഒരു കാര്യം കൂടെ എഴുതാൻ നേരത്തെ എഴുതാൻ മറന്നുപോയി. അയോണിക് ഫോർമുല എന്നും കൂടെ എഴുതിയാണ്. അയോണിക് ഫോർമുല നേരത്തെ എഴുതിയേക്കണം. അയോണിക് ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും അയോണിക് ഫോർമുല എന്ന് പറഞ്ഞേ അക്ഷിത തന്നെ പറഞ്ഞേ. അയോണിക് ഫോർമുല എന്താണ്? ഇതിന്റെ ഫോർമുല, അതായത് ഈ അയോണിന്റെ ഫോർമുല എന്താണ്? അത് നമ്മൾ നേരത്തെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എടുത്തെഴുതണം. Mg ഇട്ടിട്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മുകളിൽ കൊടുത്താൽ മതി. +2 എഴുതല് 2+ എന്ന് വേണം എഴുതാൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ +2 എന്ന് എഴുതുക. മറ്റേ അയോണിക് ഫോർമുല എഴുതുമ്പോൾ അത് 2+ ആക്കുക. ഇപ്പം അൻവിന് മനസ്സിലായോ? അൻവിനെ ചെറുതായി. സാറ് വാലൻസി എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ചതാണോ? അല്ല, വാലൻസി എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിനെയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെയാണോ മേടിക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇപ്പം 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോണും ഇലക്ട്രോണും ആരാണോ കൂടുതൽ ആ ചാർജാണ് നമ്മൾ എഴുതുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട്. ഇപ്പൊ ഇവിടെ നോക്കിയേ, പ്രോട്ടോൺ എത്രയാണ് ഇവിടെ വിട്ടുകൊടുത്തു? 12. ഇലക്ട്രോൺ എത്ര വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ? 10. അപ്പൊ അവിടെ എത്ര ഡിഫറൻസ് ഉണ്ട്? 2 ഡിഫറൻസ്. അപ്പൊ ഏതാ കൂടി നിൽക്കുന്നേ? ഏത് ചാർജാ കൂടി നിൽക്കുന്നേ? പ്രോട്ടോൺ. അപ്പം പ്രോട്ടോണിന്റെ ചാർജ് എന്താ?
2 പ്രോട്ടോണിന്റെ ചാർജ്. 12. എടാ പ്രോട്ടോണിന്റെ ചാർജ് പ്രോട്ടോണും ഇലക്ട്രോണും ചാർജ് ഉണ്ട്. എന്താ അതെന്താ? അതെന്താ ഇത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എംപോസിഷൻ തരും. ഇവിടെ വരുമ്പോ ഞാൻ ഭിത്തിയെ കെട്ടി തൂക്കും. അയ്യോ. നേരത്തെ ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലായിരുന്നോ? പ്രോട്ടോണ് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, അത് അറിയത്തില്ല, അവിടെ എവിടെയെങ്കിലും എഴുതിയിട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വാലൻസി ഇവിടെ 2. അപ്പം ഇവിടെ നോക്കിയേ, പ്രോട്ടോൺ ആണോ ഇലക്ട്രോൺ ആണോ കൂടി നിൽക്കുന്നേ? അൻവിൻ പറ. പ്രോട്ടോൺ. എത്ര പ്രോട്ടോൺ? 12. അപ്പം നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കൊടുക്കാം? അവന്റെ ചാർജ് കൂടെ ചേർത്ത് പ്ലസ്. എടാ പ്രോട്ടോൺ എത്ര ചാർജാ കൂടി നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചേ. 2. അപ്പം ആ ചാർജ് ഏതാ? പ്രോട്ടോൺ അല്ലേ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് അല്ലേ വരുന്നത്? പോസിറ്റീവ് ചാർജ്. അപ്പൊ +2. അപ്പൊ 2 പോസിറ്റീവ് ചാർജ് കൂടാന്ന് ആണ് ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ അർത്ഥം. +2. വാലൻസി എന്ന് പറയുമ്പോൾ ചാർജ് എഴുതത്തില്ല, എത്ര ഇലക്ട്രോൺ ആണോ കൊടുക്കുന്നത് എത്ര ഇലക്ട്രോൺ ആണോ വാങ്ങിക്കുന്നത് എന്നുള്ളതിന്റെ കണക്കാ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുമ്പോൾ അതിന്റെ ചാർജ് ഏത് ചാർജ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ കാണാതെ പഠിച്ചാൽ മതി. എന്താ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിനെ വിട്ടു കൊടുത്തോ അത്രയും പോസിറ്റീവ് ചാർജ് വരും. ഇലക്ട്രോൺസിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ഈ വാലൻസി 4 കിട്ടുമായിരുന്നെങ്കിൽ ഓക്സിഡേഷൻ 4 കിട്ടുമായിരുന്നു. അങ്ങനെ വാലൻസി 4 വരത്തില്ല, കാരണം 4 വരുന്നത് ഓൾറെഡി സ്റ്റേബിൾ ആയതുകൊണ്ട് അയോൺസ് ഫോം ചെയ്യത്തില്ല. വേറെ 3 പറയുവാണെങ്കിൽ 3 വരും. ഇപ്പൊ വാലൻസി 3 ആണെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 വരും. പക്ഷെ -3 വരാം. അത് നമ്മളിപ്പോ അതിന്റെ എക്സാമ്പിൾ പറയാം. ഇതിപ്പോ എഴുതിയെടുത്തോ? ഇതിപ്പോ ഓക്കെ ആണോ? ഓക്കെ സാർ, ഇച്ചിരി മേളിലോട്ടാക്കും. മേളിലത്തെ ഇച്ചിരി എഴുതി. അങ്കിത്ത് ഓക്കെ ആണോ? അങ്കിത്ത് ഓക്കെ സാർ. ഓക്കെ. അർച്ചിത ഓക്കെ ആണോ? അർച്ചിത ഓക്കെ. അൽവീന കയറിയത് ഓക്കെ ആണോ? അൽവീന എവിടെ ഉണ്ടോ? ഓക്കെ. ശ്രേയ ഓക്കെ ആണോ? ഓക്കെ. ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക. റിജോ ഉൾപ്പെടെയുള്ള എല്ലാവരും ചോദിക്കുക. ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരും. ഈ സെയിം സാധനം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് എഴുതണം, പെട്ടെന്ന് എഴുതി പോകണം. ഫാസ്റ്റ് ആവട്ടെ. ഇവിടെ എഴുതുന്നത് ഇതിന്റെ കൂടെ എഴുതുന്നത് അവിടെ എഴുതി വെച്ചു. ഒരിക്കലും ഈ 1/sin നമ്മൾ 1/cosec എന്ന് ഒരുമിച്ചാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. എഴുതിയെടുത്തോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇതൊന്ന് എല്ലാവരും ഈ സെയിം സാധനം തന്നെ, ഈ സെയിം പാറ്റേണിൽ തന്നെ പെട്ടെന്ന് എഴുതിയെടുക്കണേ. വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഓക്കെ, നോക്കിയോ. അടുത്തത് നിങ്ങൾ തന്നെ എഴുതിക്കേ. മൂന്നാമത്തേത് അലൂമിനിയം Al2713. ഇതൊന്ന് എഴുതിക്ക്. നേരത്തെ എഴുതിയ അതേ പാറ്റേൺ. അതായത് ആദ്യം മാസ് നമ്പർ എന്താണെന്ന് എഴുതുക, പിന്നെ ആറ്റോമിക് നമ്പർ എന്താണെന്ന് എഴുതുക, ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണെന്ന് എഴുതുക, പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണെന്ന് എഴുതുക,
അതേപോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി എഴുതുക. പിന്നെ അത് എന്താണ് ചെയ്യുന്നത്, സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് നേരത്തെ അതേ ഇത് തന്നെ വെച്ചിട്ട് എഴുതുക. പിന്നെ അതിനകത്ത് പ്രോട്ടോൺ എത്ര ഉണ്ട്, ഇലക്ട്രോൺ എത്ര ഉണ്ടെന്ന് എഴുതുക. അതിന്റെ വ്യത്യാസം എത്ര ഉണ്ടെന്ന് എഴുതുക. വാലൻസ് എഴുതുക, ചാർജ് എഴുതുക, അതിന്റെ അയോണിക് ഫോർമുല എഴുതുക. ഇത്രയും കാര്യങ്ങൾ എഴുതിക്കും. പെട്ടെന്നാണ് ഇനി എടുക്കണം അവനെ ചെയ്തില്ല. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു. ഇതല്ലേ വരണ്ടേ? നോക്കട്ടെ, പറഞ്ഞുതരാം, നോക്കട്ടെ. ഓക്കെ, ഇത് നോക്കിയേ. ഇതിന്റെ മാസ് നമ്പർ 27 ആണ്, അറ്റോമിക് നമ്പർ 13 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണം 13 ആണ്, പ്രോട്ടോണിന്റെ എണ്ണം 13 ആണ്, 2, 8, 3 ആണ്. ഓക്കെ, അൻവിൻ സ്റ്റേബിൾ ആവാൻ എത്ര എന്ത് ചെയ്യണം അൻവിനെ? 2 ലോസ് ചെയ്യണോ? എടാ 2 ലോസ് ചെയ്ത് എത്ര എണ്ണം ആടാ എങ്ങനെയാ വരുന്നത്? സ്റ്റേബിൾ ആവാൻ എന്താ ഔട്ടർ മോസ്റ്റ് ഷെൽ എത്ര വേണം? 8 എണ്ണം. ആ, in order to attain stability. ആ, 8 എത്ര ലോസ് ചെയ്യണം? 8 വരണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെൽ 8 വരണമെങ്കിൽ എത്ര എണ്ണം ലോസ് ചെയ്യണം? എടാ ഇവിടെ എത്ര ഷെല്ലുണ്ട്? 4 ലോസ് ചെയ്യണോ? 4 ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ലോസ് ചെയ്യുന്നത് നീ ഒന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാ കണ്ടോ? ആദ്യത്തെ ഷെല്ല് എത്ര? 2. രണ്ടാമത്തെ ഷെല്ല് എത്ര? 8. മൂന്നാമത്തെ ഷെല്ല് എത്ര? 3. ഈ ലാസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞ ഏതാ ഇവിടെ? 3. അതിനകത്ത് 3. അതിനകത്ത് 8 എണ്ണം കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? 8 അപ്പുറത്തോട്ട് കൊടുക്കണം. അതായത് 8 അപ്പുറത്തോട്ട് കൊടുക്കണം. അല്ല, ഒന്നെങ്കിൽ 5 എണ്ണം മേടിക്കണം, അല്ലെ ഈ 3 എണ്ണം കൊടുത്താലും പിന്നെ 2 ഷെല്ലാണെങ്കിൽ അതിനകത്ത് 8 അല്ലേ? 8 5 വാങ്ങിക്കണം. 8 5 വാങ്ങിക്കണം. എടാ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുവല്ല ചെയ്യുന്നത്, പിന്നെ വേറെ, അതായത് വെളിയിൽ നിന്ന് വാങ്ങിക്കുവോ ചെയ്യുന്നത്, മനസ്സിലായോ? അത് എവിടുന്ന് വാങ്ങിക്കുന്നുള്ള അടുത്ത സെഷനിൽ പറയണം. അതായത് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് എനിക്ക് സോപ്പ് പെട്ടി വേണം, ഒരു സോപ്പും വേണം, ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? സോപ്പ് പെട്ടി മേടിക്കും. അല്ലാതെ എൻ്റെ അപ്പുറത്തെ വീട്ടിലെ എടുക്കത്തില്ലല്ലോ. ഇല്ല. അതേ സംഭവം തന്നെയാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പം എനിക്കൊരു സോപ്പ് പൊട്ടി ആണെങ്കിൽ ഞാൻ എൻ്റെ തൊട്ടപ്പുറത്തെ സോപ്പ് പൊട്ടി എടുക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കടയിൽ പോയിട്ട് ഒരു പുതിയ സോപ്പ് പൊട്ടി മേടിക്കും. അത് തന്നെ ഇവിടെ ഇലക്ട്രോൺസിനെ വാങ്ങണമെങ്കിലും കൊടുക്കണമെങ്കിലും എന്ത് ചെയ്യുക? ഇപ്പോൾ വാങ്ങണമെങ്കിൽ വെളിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മേടിക്കും, കൊടുക്കണമെങ്കിൽ ഇവിടെ വെളിയിലോട്ടാണ് കൊടുക്കുന്നത്. വെളിയിലോട്ട് ആർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ വേറെ ആവശ്യക്കാരുണ്ട്, അവർക്ക് കൊടുക്കും.
മനസ്സിലായോ? ആ ആവശ്യക്കാരുടെ കാര്യമൊക്കെ പിന്നെ പറയാം, അതൊന്നും ഇപ്പൊ നോക്കണ്ട. അപ്പം ഇവിടെ ഇവിടെ കൊടുക്കുന്നതാണോ വാങ്ങിക്കുന്നതാണോ എളുപ്പം? വാങ്ങിക്കുന്നേ. എത്രണ്ണം വാങ്ങിക്കണം? 5 എണ്ണം. 5 എണ്ണം വാങ്ങിക്കുന്നതാണോ എളുപ്പം, അതോ 3 എണ്ണം കൊടുക്കുന്നതാണോ എളുപ്പം? 5 എണ്ണം വാങ്ങിക്കുന്നില്ല, അല്ല 3 എണ്ണം കൊടുക്കുന്നു. 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് 2 ഷെല്ലേ ഉള്ളൂ, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 8 അല്ലേടാ? അപ്പൊ 5 എണ്ണം വാങ്ങിക്കുന്നേ. ഓക്കെ, വേറൊരാള് പറ. അതായത് നിനക്കിത് കത്തിയിട്ടേ ഇല്ല, നിനക്ക് ഈ ബേസിക്സ് ആയിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് നിനക്ക് ഇതിൽ കത്തിയിട്ടില്ല. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിയാവും. അർച്ചിത ഒന്ന് പറയാമോ? അർച്ചിത. ഓക്കെ, ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് കുഞ്ഞേ? 3. സ്റ്റേബിൾ ആവണേ എന്ത് ചെയ്യണം? 3 എണ്ണം ലോസ് ചെയ്യണം. ആർക്കാ ലോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കോ ലോസ് ചെയ്യണം, ആവശ്യക്കാരോ അവർക്ക് കൊടുക്കണം. ആ ആവശ്യക്കാരുടെ കാര്യത്തെ പറ്റിയൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട. അപ്പോൾ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യണം? മാഗ്നീഷ്യം അല്ല, അലൂമിനിയം അല്ലേ? അലൂമിനിയം ലൂസസ് 3 ഇലക്ട്രോൺസ് ആൻഡ് ബിക്കം എന്താണ്? Al3+ ആവുന്നു. Therefore ഇവിടെ ഇപ്പൊ പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട്? അർച്ചിത തന്നെ പറഞ്ഞേ. 3 ഇലക്ട്രോണെ കളഞ്ഞു. പ്രോട്ടോൺ എത്ര എണ്ണം ഉണ്ട് അർച്ചിത? 13. ഓക്കെ, ഇലക്ട്രോൺ എത്ര എണ്ണം ഉണ്ട്? 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ വാലൻസി എന്താണ്? അർച്ചിതയോടാണ്. വാലൻസി എത്രയാണ്? എത്ര ഇലക്ട്രോൺ ആണോ ഇവിടെ ലൂസ് ചെയ്തത് അതാണ് അതിന്റെ വാലൻസി, അത് ഇവിടെ 3 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? കേൾക്കുന്നില്ലേ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? അൻവിൻ പറഞ്ഞാടോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ ഇവിടെ വരുന്നത്? 3. ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണോ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്ന് വരും. ഓക്കെ, അപ്പൊ അയോണിക് ഫോർമുല എന്ത് വരും? അയോണിക് ഫോർമുല എന്ത് ചെയ്യണം പറയാം? അതിന്റെ സിമ്പിൾ അങ്ങോട്ട് ഇട്ട് മുകളിലോട്ട് ഒരു 3+ ഇട്ട് കൊടുത്താൽ മതി. ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ പ്ലസ് അപ്പുറത്തിട്ട് കൊടുത്താൽ മതി. അപ്പം Al+3യോ? Al3+. ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത 4-മത്തെ അല്ലേ? ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്കും 1735 ആണ്. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? അൻവിൻ പറഞ്ഞേടാ. അൻവിൻ പറഞ്ഞേ, പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? അല്ല പോട്ടെ, ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അല്ല, ആറ്റോമിക് നമ്പർ മാസ് നമ്പർ എത്രയാണ് ഇവിടെ? 35. ആറ്റോമിക് നമ്പർ എത്ര ഇവിടെ? 17. ഓക്കെ, പ്രോട്ടോണിന്റെ എണ്ണം 17. ഇലക്ട്രോണിന്റെ എണ്ണം 17. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. ഓക്കെ, സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആവണമെങ്കിൽ ഇപ്പം നിലവിലെ സാഹചര്യം വെച്ച് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺ മേടിക്കുന്നതും കൊടുക്കുന്നതും വെളിയിൽ നിന്നാണ് കേട്ടോ. കൊടുക്കണമെങ്കിൽ വെളിയിലോട്ട് കൊടുക്കും, മേടിക്കണമെങ്കിൽ വെളിയിൽ നിന്ന് മേടിക്കും, അല്ലാതെ തൊട്ടപ്പുറത്തേക്ക് അതിന്റെ എല്ലാം എടുക്കുന്നേ. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ ഔട്ടർ മോസ്റ്റ് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. സ്റ്റേബിൾ ആവാൻ വേണ്ടി എത്ര വേണം? എത്ര? ഇവനെ ഇന്ന് ഞാന് സ്റ്റേബിൾ ആവാൻ എന്ത് സ്റ്റേബിൾ ആവാനുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു? ഔട്ടർ മോസ്റ്റ് എത്ര വന്നാലേ സ്റ്റേബിൾ ആവുന്നേ? ശ്രേയ പറയാമോ? ശ്രേയ. ഔട്ടർ മോസ്റ്റ് 8 വന്നാലാണ് സ്റ്റേബിൾ ആവുന്നത്. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് ശ്രേയ? 7. അപ്പൊ സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഒരെണ്ണത്തിനെ മേടിക്കണം. അപ്പം അതാണ് എഴുതേണ്ടത്. ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി. മനസ്സിലായോ അൻവിനെ? ഇല്ല. ഇപ്പോഴും മനസ്സിലായോ? നീ എന്തോ ശ്രദ്ധിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ പ്രശ്നം എന്താന്ന് പറഞ്ഞേ?
എന്തായിരുന്നു പ്രശ്നം? നിന്റെ പ്രശ്നം എന്താന്ന് പറ. എവിടെ 8 ആയത്? ഇപ്പൊ ഔട്ടർ മോഷനിൽ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ 8 എണ്ണം ആയി. 8 എണ്ണം ആയത് എങ്ങനെയാ? അത് ഒരെണ്ണം എടുത്തപ്പം ഒരെണ്ണം മേടിച്ചു. അപ്പം ഇതിനകത്ത് 8 ആവുന്നത് ഈ 7 8 ആയി മാറും. മനസ്സിലായോ? അപ്പൊ സ്റ്റേബിൾ ആയി. അപ്പൊ ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി എന്താണ്? ക്ലോറിൻ ആറ്റം 8 ആയാലേ സ്റ്റേബിൾ ആവത്തുള്ളൂ. പിന്നെ ഇത്ര നേരം എന്തോ പറഞ്ഞോണ്ടിരുന്നേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരാക്രമങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ. ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി ക്ലോറിൻ ആറ്റം ഗെയിൻസ് 1 ഇലക്ട്രോൺ. ഇനി അൻവിൻ മൈക്ക് ഓഫ് ആയിക്കോ. ഗെയിൻ 1 ഇലക്ട്രോൺ and become Cl1 മൈനസ് അയോൺ. അപ്പം അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയോ, ഇനി ശ്രേയ തന്നെ പറഞ്ഞേ. therefore പ്രോട്ടോണിന്റെ എണ്ണം എത്ര ആയി? ഇപ്പം 17. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായി? 8 അല്ല 7. അതായത് ഒരു ഇലക്ട്രോണിനെ വാങ്ങിയപ്പോ ഇപ്പൊ ഇലക്ട്രോൺ എത്രയായി? 18. 18 ആയി. അപ്പം ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1. അത് ഏത് ചാർജാ കൂടി നിൽക്കുന്നേ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ഓക്കെ ഫൈൻ. അപ്പൊ ഇതിന്റെ വാലൻസി എന്താ? -1. അല്ല, വാലൻസി പറയുമ്പോൾ ഒരിക്കലും ചാർജ് പറയാനില്ല. 1. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? -1. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ അയോണിക് ഫോർമുല എന്താ? Cl1-. വെരി ഗുഡ്. Cl1- കഴിഞ്ഞു. ഇതിനകത്ത് അൻവിൻ ഇപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അൻവിന് പിന്നെ അതേപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവര്, അതായത് പിന്നെ റിജോ, ഇത് ആർക്ക് ഇവരല്ലാതെ ബാക്കി ആർക്കെങ്കിലും മനസ്സിലാകാഴികയുണ്ടെങ്കിൽ പറഞ്ഞോ. എവിടെങ്കിലും പുതിയത് ജോയിൻ ചെയ്തവരല്ലാതെ ഈ ക്ലാസ് കിട്ടാത്തവർ, ഒരിക്കൽ പോലും കിട്ടാത്തവരല്ലാത്ത ബാക്കി ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പറഞ്ഞോ. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. അർച്ചിത ഒക്കെ ആണോ? അർച്ചിത